എലവഞ്ചേരി സ്പോർട്സ് അക്കാദമി രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അത്ലറ്റിക്സ് രംഗത്തും ഗെയിംസ് രംഗത്തും കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമിട്ടാണ് മാരത്തോൺ, അത്ലറ്റിക്സ് ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചത്. എലവഞ്ചേരി ശ്രീവിദ്യാലയത്തിലും തുഞ്ചൻ കോളേജിലുമായി 2 ദിവസമായി നടന്ന മത്സരങ്ങൾ എലവഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. എലവഞ്ചേരി സ്പോർട്സ് അക്കാദമി സെക്രട്ടറി സി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. എലവഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എലവഞ്ചേരി സ്പോർട്സ് അക്കാദമി. 2 വർഷക്കാലമായി സ്പോർട്സ് അക്കാദമി രൂപീകരിച്ചിട്ട് അത്ലറ്റിക്സ് രംഗത്തും ഗെയിംസ് രംഗത്തും കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് സ്പോർട്സ് അക്കാദമിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. മാരത്തോൺ പ്രവർത്തനം നടത്തുന്നുണ്ട്, അത്ലറ്റിക്സ് ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ബാസ്ക്കറ്റ് രംഗത്ത് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ബാസ്ക്കറ്റ് ബോൾ ഇനങ്ങളിൽ നമ്മുടെ ജില്ലയ്ക്കകത്ത് പൊതുവേ ടീമുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എലവഞ്ചേരി സ്പോർട്സ് അക്കാദമി വളരെ അണ്ടർ 14, അണ്ടർ 18 കാറ്റഗറിയിലുള്ള ചെറിയ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് അത്ലറ്റിക്സ് മേഖലയിലും. അത്ലറ്റിക്സ് രംഗത്തും ചെറിയ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരുടെയും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എ ചെന്താമര, ശ്രീവിദ്യാലയം ഡയറക്ടർ ഡോക്ടർ പ്രഭാകരൻ, പ്രിൻസിപ്പൽ അർച്ചന സജീവൻ, സ്പോർട്സ് അക്കാദമി ട്രഷറർ എസ് സുഭാഷ്, സനൂപ്, സുചിത്ര എന്നിവർ പങ്കെടുത്തു. കലയും കായികവും കളിയിടവുമാകണം ലഹരിയെന്നും കുട്ടികളെ കായികമായി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റെടുക്കുമെന്നും സെക്രട്ടറി രഞ്ജിത്ത് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.